ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ തോരനാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ നന്നായി ചൂടായി വരട്ടെ. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഒരു 10-12 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 6-7 ചെറിയ ഉള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചച്ചുവ മാറുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇപ്പോൾ മുളക് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൊറിയാൻഡർ പൗഡർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി അതും ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തു. പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ 2 മീഡിയം സൈസ് സവാള കനം കുറച്ച് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഈ സവാള നന്നായി വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട. ഇപ്പോൾ തന്നെ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1.5 കിലോ ചിക്കൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കഷ്ണം ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം ഫെനൽ സീഡ്സും ചേർത്ത് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ ഗാർലിക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തു. ഒരു 3-4 വെളുത്തുള്ളി എടുത്ത് കട്ട് ചെയ്താൽ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നോക്കി നമ്മുടെ ചിക്കൻ ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നതാണ്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കിയ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിൻ്റെ പച്ചച്ചുവ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് അരയ്ക്കാത്ത തേങ്ങയാണ്, ചിരകിയ തേങ്ങ അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം.
ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് നന്നായിട്ട് വരട്ടിയെടുക്കണം. നല്ല മൂത്ത മണം വരുന്നിടം വരെ വരട്ടിയെടുക്കണം. വെള്ളമെല്ലാം വറ്റി എണ്ണയൊന്ന് തെളിഞ്ഞ് വരുന്നതാണ് അതിൻ്റെ പാകം. ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കി വരട്ടിയെടുക്കണം. ചിക്കൻ അത്യാവശ്യം വരണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പെപ്പർ പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് വരട്ടിയെടുക്കണം. എണ്ണ തെളിയുന്നിടം വരെ നന്നായിട്ട് വരണ്ട് വരണം. നല്ലൊരു മൂത്ത മണം വരും. അതായിരിക്കും അതിൻ്റെ ഭാഗം. ഗാർലിക്കിൻ്റെ ഇഞ്ചിയുടെ ഒന്നും മണം ഉണ്ടാവില്ല. നല്ല മൂത്ത് നല്ല ഒരു ഫ്ലേവർ വരും. അതുവരെ നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇപ്പം ചിക്കൻ നന്നായിട്ട് മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണ്ട് വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ് വരുന്നത്. ഞാൻ തീ ഓഫ് ചെയ്തു. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. എന്തായാലും ഇഷ്ടമാകും. അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിയുടെ ഒപ്പവും പൊറോട്ടയുടെ ഒപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. എന്തായാലും ഇഷ്ടമാകും. വീണ്ടും നല്ല വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.